എന്നോട് പറഞ്ഞു 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം എന്നാണ്. അത് ഇന്നിപ്പോ മനോരമയോട് പറഞ്ഞല്ലോ 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. പ്രതീക്ഷയോടെ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ തന്നെയാണ്. എന്തായാലും ഇടതുപക്ഷം വലിയ വിജയം നേടും എന്ന പ്രതീക്ഷ തന്നെയാണ് വസീഫ് പുലർത്തുന്നത്. അദ്ദേഹം 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. അതേസമയം മലപ്പുറത്തും പൊന്നാനിയിലും വോട്ട് ശതമാനത്തിൽ കുറവുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. പൊന്നാനിയിൽ ഇപ്പോഴും 50% മുകളിലേക്ക് വോട്ടിംഗ് നില എത്തിയിട്ടില്ല. മലപ്പുറത്ത് 50.95 ആണ് വോട്ടിംഗ് ശതമാനം എന്നതും എടുത്തു പറയണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ 2 മണ്ഡലങ്ങളിൽ ആയിരുന്നു വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ ആണ്. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കോട്ടയം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ തവണ ശരാശരി വോട്ടിങ്ങിൽ പിന്നിൽ നിന്നു എങ്കിൽ പോലും കോട്ടയത്ത് ഇത്തവണയും മികച്ച പോളിംഗ് ഉണ്ട്. ശ്രീജിത്ത് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഉച്ചയോടുകൂടി വോട്ടിംഗ് നിലയിൽ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ വൈകിട്ട് വീണ്ടും വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. കോട്ടയത്ത് അതാണോ സാഹചര്യം? തീർച്ചയായും കോട്ടയത്ത് അത് തന്നെയാണ് അഭിലാഷ്. ദൃശ്യങ്ങളിലേക്ക് വരാം. എന്തായാലും വൈക്കത്താണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. അതായത് 4:10 റിപ്പോർട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരമനുസരിച്ച് വൈക്കത്ത് 60.71% ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പിറവം, പാല ഉൾപ്പെടെ മറ്റ് മണ്ഡലങ്ങളെല്ലാം തൊട്ടു പിന്നിലുണ്ട്. എടുത്തു പറയേണ്ടത് വൈക്കത്ത് കൂടുതൽ പോളിംഗ് ഉണ്ടായി, ശതമാനം പോളിംഗ് ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സ്ഥലം പിറവം പോലുള്ള സ്ഥലങ്ങളാണ്. തൊട്ടു പിന്നിൽ കടുത്തുരുത്തിയും പിന്നീട് പാലയുമാണ് വരുന്നത് എന്നതും, അതായത് പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണം ഒരു പക്ഷേ വൈക്കത്തായിരിക്കില്ല കൂടുതൽ ഉണ്ടാകുക. പക്ഷേ വൈക്കത്തെ ജനങ്ങൾ വോട്ടർമാർ ഉള്ളതിൽ പരമാവധി ആളുകൾ വളരെ ആവേശപൂർവ്വം വോട്ട് ചെയ്യുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം നമ്മൾ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്തെങ്കിലും എവിടെയൊന്നും കാര്യമായ ഒരു തിരക്ക് കണ്ടിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കുമരകത്ത് നിന്നാണ് സംസാരിച്ചത്. അവിടെയും കാര്യമായ തിരക്കുണ്ടാവില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം കുടവച്ചൂർ ദേവി വിലാസം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ വലിയ തിരക്ക് തന്നെ ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടക്കം വലിയ തിരക്ക് ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്ത് മറ്റൊരു ബൂത്തുമുണ്ട്. അവിടെയും സമാനമായ രീതിയിലുള്ള തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അഭിലാഷ്, അതായത് ശ്രീജിത്ത്, ഈ തിരക്ക് കാണുമ്പോൾ ഒരുപക്ഷെ നിശ്ചയിച്ച സമയത്ത് വോട്ടെടുപ്പ് തന്നെ പൂർത്തിയായേക്കുമോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? അതോടൊപ്പം ശ്രീജിത്ത് സൂചിപ്പിച്ച വൈക്കം പോലെയുള്ള പ്രദേശങ്ങൾ, അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ NDAയും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പ്രദേശങ്ങൾ ആണല്ലോ ഈ വൈക്കം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വോട്ടർമാർ ഇനിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6 മണിക്ക് തന്നെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായും തൊഴിലാളികൾ അടക്കമുള്ള നിരവധി മനുഷ്യർ, വിവിധ തരത്തിലുള്ള തൊഴിലാളികൾ അടക്കമുള്ള മനുഷ്യർ ഉള്ള സ്ഥലം കൂടിയാണ് വൈക്കം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ എല്ലാ ദിവസവും കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ പലരും ഉണ്ട്. അവരൊക്കെ പിന്നെയും എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മികച്ച പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവിടെ ചില ബൂത്തുകളെ സംബന്ധിച്ച് പല പരാതികളും ഉണ്ടായിരുന്നു. അതായത് പോളിംഗ് അല്പം മന്ദഗതിയിൽ എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തായാലും വൈകുന്നേരം 6 മണി വരെ എത്തുന്നവർക്ക് പോളിംഗിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വൈക്കത്തെ സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയമായി എടുത്താൽ ഒരു ഇടത് കോട്ടയാണ്. നിയമസഭാ മണ്ഡലം വർഷങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ BDJS വന്ന ശേഷം BDJSന് ചില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾ കാര്യമായി ലഭിച്ചിട്ടുണ്ട്. SNDP വോട്ടുകളും മറ്റും കാര്യമായുള്ള ഒരു സ്ഥലം കൂടിയാണ് വൈക്കം. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. കുറച്ചേരെ കാത്തിരിക്കുകയാണോ അതോ വോട്ട് ചെയ്തതാണോ? ചെയ്തില്ല. എന്ത് പറ്റി? എപ്പോഴാ വന്നേ? ഒരു മണിക്കൂറായി. ചേച്ചി കുറച്ചേരം ആയോ വന്നിട്ട്? കുറച്ചേരായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയുള്ളൂ. ക്യൂ ഉള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് വെച്ചിരിക്കും. കാലില് വേദന കൊണ്ട് ഇവിടെ ഇരുന്നതാ. എന്തായാലും വലിയ തിരക്ക് ഇവിടെയുണ്ട് അഭിലാഷ്. ഇവിടെ വലിയ ആവേശപൂർവ്വം വോട്ടർമാർ
പങ്കെടുക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ ദൃശ്യം കാണിക്കാം. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ടിങ്ങിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഈ ബൂത്തിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് 150 നമ്പർ ബൂത്താണ് വൈക്കം വെച്ചൂരിലെ, അതായത് വൈക്കം നിയോജക മണ്ഡലത്തിലെ വെച്ചൂരിലെ 150 നമ്പർ ബൂത്തിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി വോട്ട് ചെയ്യുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. രാവിലെ ചൂടും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് രാവിലെ തന്നെ ആളുകൾ കൂട്ടമായി എത്തി. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് ഉള്ള ഒരു തിരക്ക് മാറുന്ന, അതായത് ചൂടൊക്കെ കുറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. അത് വൈക്കത്ത് മാത്രമല്ല മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലും സമാനമായ കാഴ്ചകൾ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4:10 ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അത് അനുസരിച്ച് 56.55 ആണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. അതിലെടുത്തു പറയേണ്ടത് വൈക്കം എന്നുള്ളതാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്നത് അവിടെ കേരള കോൺഗ്രസുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. അതായത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല, കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന മണ്ഡലമല്ല. അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി 2 ചിഹ്നത്തിൽ മത്സരിക്കുന്ന മണ്ഡലം. അരിവാൾ ചുറ്റുക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. NDAയുടെ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിലല്ല, അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണുള്ളത്. തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് താമര ചിഹ്നത്തിലും വോട്ട് ചെയ്യാൻ അവസരമില്ല. അങ്ങനെയുള്ള ഒരു മണ്ഡലം, കൗതുകകരമായ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ LDFന്റെ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് കോട്ടയത്തിന്റെ പ്രത്യേകത. അവിടെ വൈക്കത്ത് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ 60% പിന്നിട്ടിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ തട്ടകമാണ് വൈക്കം എന്നത്. പക്ഷേ ഇത്തവണ BDJSന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷ NDA സ്ഥാനാർത്ഥിയായി വെച്ചു പുലർത്തുന്ന BDJS നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കല്യാണപ്പന്തലിൽ നിന്ന് അടക്കമൊക്കെ ആളുകൾ, അതായത് വധുവും വരനുമൊക്കെ എത്തി വോട്ട് ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ അവർ കൂടി പങ്കാളികളാകുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ നിലയിലാണ് കേരളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളം ഒന്നാകെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴിതാ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ 58% കേരളത്തിലെ പോളിംഗ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമയം 4:20 അപ്ഡേഷൻ വരുമ്പോൾ അതിൽ 58%-ലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ വോട്ടിംഗ് ശതമാനം ഉയരുന്നു. ആലപ്പുഴയിൽ 61% മുകളിൽ ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആറ്റിങ്ങലിൽ അത് 59% എന്ന നിലയിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിൽ 58.9 എന്ന നിലയിലേക്ക് എത്തുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ട് എങ്കിൽ പോലും അത് ഉയരുന്ന സാഹചര്യം. പൊന്നാനിയിൽ 51 എന്ന നിലയിലും മലപ്പുറത്ത് 54 എന്ന നിലയിലേക്കും ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന പോളിംഗ് എന്നത് കണ്ണൂരിൽ 58% എന്ന നിലയിൽ ഇപ്പോഴും കണ്ണൂർ മുന്നിട്ട് നിൽക്കുമ്പോൾ 59%-വുമായി ആറ്റിങ്ങലാണ് നിലവിലെ ഡേറ്റകളിൽ ഏറ്റവും മുന്നിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 59.55 എന്ന നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിന് തൊട്ടു പിന്നിലായി നിൽക്കുന്നത് കണ്ണൂർ ആണ്, 58.99. കാസർഗോഡും ഒട്ടും കുറവില്ല, അവിടെയും 58% മുകളിലേക്ക് പോളിംഗ് ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ വീറും വാശിയുമുള്ള ഒരു പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വീറും വാശിയുമുള്ള മണ്ഡലങ്ങളിൽ തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. കാരണം ആറ്റിങ്ങലിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഉള്ളത്. ആറ്റിങ്ങലിൽ മത്സരാർത്ഥികളുടെ പട്ടികയിലേക്ക് കേന്ദ്രമന്ത്രി കൂടി എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മണ്ഡലം നിലനിർത്താൻ വേണ്ടി അടൂർ പ്രകാശിനെയും തിരിച്ചുപിടിക്കാൻ വേണ്ടി വി ജോയിയെയും കളത്തിലിറക്കിയിട്ടുള്ളത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വയനാട് ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. വയനാട്ടിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് 60% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ 61% എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഓരോ മിനിറ്റുകളിലും ഈ മാറി മറിയുന്ന സാഹചര്യം ആണുള്ളത്. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഏതാണ്ട് സാങ്കേതികമായി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ പലയിടത്തും വലിയ ക്യൂ ഉണ്ട്, വലിയ സന്നാഹം ആളുകളെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കും. കാരണം രാത്രിയായാൽ പിന്നീട് വോട്ടെടുപ്പ് നടപടിക്രിയകൾ വളരെ ദുർഘടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പകൽ സമയത്ത് തന്നെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നടക്കം വേഗതയേറിയ തരത്തിൽ വോട്ടിംഗ് നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ വോട്ടോമീറ്ററിന്റെ സൂചി വീണ്ടും ചലിക്കുക തന്നെ ചെയ്യും. അത് വളരെ വേഗം മുന്നോട്ട് പോകും. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പെർസെൻറ്റേജിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇടവേളയ്ക്ക് ശേഷം.